ഫെയിലിയർ ഓഫ് എർത്ത് ഡാംസ്. എർത്ത് ഡാമിന്റെ കൺസ്ട്രക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും അതേൺ മെറ്റീരിയൽ ആയിരിക്കും. മീൻസ് സോയിൽ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ലെസ് റിജിഡ് ആയിരിക്കും. ഒരുപാട് തരത്തിലുള്ള ഫെയിലിയേഴ്സിന് സസെപ്റ്റബിളും ആയിരിക്കും. സോ ഏതൊക്കെ ടൈപ്പ് ഫെയിലിയേഴ്സ് ആണ് ഒരു എർത്ത് ഡാമിന്റെ കേസിൽ വരുന്നതെന്നുള്ളത് അറിഞ്ഞിരിക്കുക. എർത്ത് ഡാം എങ്ങനെയൊക്കെ ഫെയിൽ ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഡിസൈൻ ക്രൈറ്റീരിയ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. എർത്ത് ഡാമിന്റെ കേസിലുള്ള ഫെയിലിയേഴ്സിനെ നമുക്ക് മെയിൻ ആയിട്ട് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. എർത്ത് ഡാമിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ ഫെയിലിയർ സംഭവിക്കുന്നത് ഹൈഡ്രോളിക് മീൻസ് വഴിയാണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സീപ്പേജ് ആണ്. തേർഡ് വൺ ആണ് സ്ട്രക്ചറൽ ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത്. എർത്ത് ഡാമിന്റെ കേസിൽ ഉണ്ടാവുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫെയിലിയേഴ്സും ഈ ഒരൊറ്റ പിക്ചറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഫിഗർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് അപ്സ്ട്രീം സൈഡാണ്, ഇത് ഡൗൺ സ്ട്രീം സൈഡാണ്. സോ ഈ അപ്സ്ട്രീം സൈഡില് വാട്ടർ അത്യാവശ്യം ഹൈറ്റിന് പോണ്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. സോ ഈ വാട്ടറിൽ ഉണ്ടാവുന്ന വേവ്സ് ഈ അപ്സ്ട്രീം ഫേസിനെ ഇറോഡ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെ സ്ലൈഡ് ചെയ്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഇതിനെയാണ് നമ്മൾ വേവ് ഇറോഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റിൽമെന്റ് ഇൻ ക്രസ്റ്റ് ഓഫ് ഡാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഈ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നത് സോയിൽ വെച്ചിട്ടാണ്. ഡാമിന്റെ ഈ പോർഷൻ എന്ന് പറയുന്നത് ക്രസ്റ്റ് ആണ്. സോ മണ്ണ് കൊണ്ടായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവിടെ സെറ്റിൽമെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അതാണ് ഇവിടെ സെറ്റിൽമെന്റ് ഇൻ ക്രസ്റ്റ് ഓഫ് ഡാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ മണ്ണ് കൊണ്ടായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ക്രാക്സ് വീഴാം. ക്രാക്സ് വീഴുമ്പോൾ ആ ക്രാക്കിലൂടെ വെള്ളം അപ്സ്ട്രീം സൈഡിൽ നിന്ന് ഡൗൺ സ്ട്രീം സൈഡിലേക്ക് വരാനായിട്ടൊരു ചാൻസ് ഉണ്ട്. ഇവിടെ ബോയിൽ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ആക്ച്വലി പൈപ്പിംഗ് ആക്ഷൻ ആണ്. ഫൗണ്ടേഷനിലൂടെ വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്ത് ഡൗൺ സ്ട്രീം സൈഡിൽ എത്തുമ്പോൾ ഇതേപോലെ വെള്ളം പതഞ്ഞു പൊങ്ങുന്നത് പോലെ വന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഒഴുകി ഈ ഒരു ഡാം നശിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതാണ് ഈ ബോയിൽ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ലൈഡ് കാണാം. ഡൗൺ സ്ട്രീം സൈഡിലും വാട്ടർ സാച്ചുറേഷൻ വഴി ചിലപ്പോൾ സ്ലൈഡിങ് നടക്കാറുണ്ട്. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ ഇത് വേറെ ഒരു സീപ്പേജിന്റെ ഇൻഡിക്കേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ എർത്ത് ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ആ മണ്ണിൽ ഒരിക്കലും ട്രീ റൂട്ട്സ് ഒന്നും ട്രാപ്ഡ് ആയിട്ടില്ലാത്ത രീതിയിൽ വേണം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ട്രീസോ ബുഷുകളോ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാമിന്റെ സ്ട്രെങ്തിനെ അത് അഫക്ട് ചെയ്യും. ഇവിടെ റോഡ് ആൻഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഒരു ടൈപ്പ് സ്ട്രക്ചറൽ ഫെയിലിയർ ആണ്. ബീവർ എന്ന് പറഞ്ഞ ജീവിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് മണ്ണിനടിയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. വിദേശത്തുള്ള പല ഡാമുകളും ഈ ബീവറിന്റെ ആക്ടിവിറ്റി കാരണം തകർന്നിട്ടുണ്ട്. അവര് ഈ എർത്ത് ഡാമിന്റെ ഉള്ളിലായിരിക്കും ചിലപ്പോ അവരുടെ വീട് പണിയാനായിട്ട് ശ്രമിക്കുന്നത്. ഡാമില് അപ്സ്ട്രീം ടു ഡൗൺ സ്ട്രീം നമ്മൾ പലതരത്തിലുള്ള പൈപ്പ്സ് കണക്ട് ചെയ്യാറുണ്ട്. സോ ഈ പൈപ്പ് ഏതെങ്കിലും പോർഷനിൽ വെച്ചിട്ട് ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ അതിൽ നിന്നും വെള്ളം ഊസ് ഔട്ട് ചെയ്തിട്ട് ആ ഒരു സോയിൽ മെറ്റീരിയലിനെ സാച്ചുറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ അങ്ങനെയും ഫെയിലിയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ജനറൽ ആയിട്ട് വരുന്ന ഫെയിലിയേഴ്സ്. നമുക്ക് ഓരോ ടൈപ്പ് ഫെയിലിയറും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എർത്തൺ ഡാംസിൽ 10ൽ 4 എണ്ണവും ഫെയിലിയർ ആവുന്നത് ഹൈഡ്രോളിക് ഫെയിലിയേഴ്സ് വഴിയാണ്. സോ മെയിൻ ആയിട്ടുള്ള ഫെയിലിയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി പോവാം. ഹൈഡ്രോളിക് ഫെയിലിയേഴ്സിൽ ഫസ്റ്റ് വൺ ഇറോഷൻ ഓഫ് അപ്സ്ട്രീം ഫേസ് ആണ്, അല്ലെങ്കിൽ വേവ് ഇറോഷൻ എന്ന് നമുക്ക് പറയാം. അപ്സ്ട്രീം സൈഡില് വാട്ടർ അത്യാവശ്യം ഹൈറ്റിൽ പോണ്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ശക്തമായ ഒരു കാറ്റ് അടിക്കുന്ന സമയത്ത് ഈ ടോപ്പ് സർഫസിൽ വേവ്സ് ഫോം ചെയ്യും. ഈ വേവ്സ് കണ്ടിന്യൂസ് ആയിട്ട് അപ്സ്ട്രീം സ്ലോപ്പിംഗ് സൈഡിലായിരിക്കും വന്നിങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് കോൺസ്റ്റന്റ് ആയിട്ട് ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പോർഷനിലുള്ള സോയിൽ അത് കൂടുതൽ സാച്ചുറേറ്റഡ് ആവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. കുറേശ്ശെ വീതം ഈ സോയിൽ ഇവിടുന്ന് റിമൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസും ഉണ്ട്. സോ അങ്ങനെ കുറേശ്ശെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ലൈഡ് ചെയ്ത് പോയ പോലത്തെ ഒരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ സ്ലിപ്പിങ്ങും ഉണ്ടാവാം. ഒരു എർത്ത് ഡാമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ളത് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബേസ് വിഡ്ത്തും ടോപ്പിൽ ഒരു ചെറിയ വിഡ്ത്തും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോപ്സ് വഴിയാണ്. സോ ഇവിടെ ഇങ്ങനെ മണ്ണ് റിമൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ അപ്സ്ട്രീം സൈഡിലുള്ള സ്ലോപ്പ് അൺസ്റ്റേബിൾ ആവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ആവുമ്പോൾ ഈ ഒരു ഡാമിന്റെ മൊത്തത്തിലുള്ള ഫംഗ്ഷനിങ്ങിനെ അത് അഫക്ട് ചെയ്യാറുണ്ട്. സോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അപ്സ്ട്രീം സൈഡിൽ സ്റ്റോൺസ് അല്ലെങ്കിൽ റിപ്രാപ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതാണ് വേവ് ഇറോഷൻ എന്ന് പറയുന്നത്. അപ്സ്ട്രീം സൈഡ് ഇറോഷൻ വഴി നശിച്ചിരിക്കുന്നതാണ് ഈ ഒരു ഫിഗറിൽ കാണാനായിട്ട് സാധിക്കുന്നത്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. അപ്സ്ട്രീം സൈഡിലുള്ള ഇറോഷൻ ആണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് ഡൗൺ സ്ട്രീം സൈഡിലുള്ള ഇറോഷൻ ആണ്.
ഡൗൺ സ്ട്രീം സൈഡിലുള്ള ഇറോഷനെ നമ്മൾ ടോ ഇറോഷൻ എന്നും പറയാറുണ്ട്. ഈ ഫിഗർ കൺസിഡർ ചെയ്യുക. ഇത് അപ്സ്ട്രീം സൈഡും ഇത് ഡൗൺ സ്ട്രീം സൈഡും ആണ്. ഡൗൺ സ്ട്രീം സൈഡിൽ ഒരു സർട്ടൺ ഹൈറ്റിൽ ടെയിൽ വാട്ടർ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ സ്പിൽവേയിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം തിരിച്ചൊരു ബാക്ക് ഫ്ലോ നടന്ന ഒരു ക്രോസ് കറന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഈ രണ്ട് കേസിലുമാണ് നമുക്ക് ഡൗൺ സ്ട്രീം സൈഡിൽ ഇറോഷൻ സംഭവിക്കുന്നത്. സോ ഈ വാട്ടർ ഈ പോർഷനിലുള്ള സോയിലിനെ റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡൗൺ സ്ട്രീം സൈഡിലും റിപ്രാപ്സ് ഒരു സർട്ടൺ ഹൈറ്റ് വരെ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ സ്പിൽവേ എന്നുള്ള വാട്ടർ ഇങ്ങോട്ടേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനും കൂടി നമ്മൾ കൊടുക്കുക. ഇതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഹൈഡ്രോളിക് ഫെയിലിയർ. തേർഡ് ടൈപ്പ് ഹൈഡ്രോളിക് ഫെയിലിയർ എന്ന് പറയുന്നത് ഓവർ ടോപ്പിംഗ് കാരണം സംഭവിക്കുന്നതാണ്. ഓവർ ടോപ്പിംഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ഒരു സർട്ടൺ ഹൈറ്റിൽ വെള്ളം കെട്ടി നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഏതൊരു ഹൈഡ്രോളിക് സ്ട്രക്ചറും ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ ആ ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഫ്ലഡിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാറുണ്ട്. പലപ്പോഴും ഈ ഫ്ലഡ് കമ്പ്യൂട്ടേഷന്റെ വാല്യൂ മിസ്റ്റേക്ക് വരാറുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് ഒരു മാക്സിമം ഫ്ലഡ് വരുന്ന സമയത്ത് ആ ഒരു ഡാമിനോ അല്ലെങ്കിൽ റിസർവോയറിനോ അത് താങ്ങാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള കേസിൽ ഇതുപോലുള്ള ചെറിയ സ്ട്രക്ചേഴ്സ് ആകുമ്പോൾ അത് ഓവർഫ്ലോ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓവർ ടോപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ മണ്ണുകൊണ്ടൊക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഈ എർതേൺ ഡാംസ് പെട്ടെന്ന് ഫെയിൽ ആവും. ഓവർ ടോപ്പിംഗ് വഴി നശിച്ച ഒരു ഡാമിന്റെ ഫിഗർ ആണ് ഇത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ശക്തമായിട്ട് ഫ്ലഡ് വന്നിട്ട് ഈ ഡാമിന്റെ ആ ബോഡി ഫെയിൽ ആയിരിക്കുന്നതാണ് ഈ ഒരു ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഫ്രോസ്റ്റ് ആക്ഷൻ കാരണമുള്ള ഫെയിലിയർ ആണ്. ടെമ്പറേച്ചർ കുറഞ്ഞ പ്രദേശങ്ങളിലാണ് ഈ ഫ്രോസ്റ്റ് ആക്ഷന്റെ എഫക്ട് വരുന്നത്. ഫ്രോസ്റ്റ് ആക്ഷൻ എന്താണെന്ന് നിങ്ങൾ GTയിലും TREയിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ലോ ടെമ്പറേച്ചർ ഉള്ള പ്രദേശങ്ങളിലാണ് ഫ്രോസ്റ്റ് ആക്ഷന്റെ എഫക്ട് അധികവും കാണപ്പെടാറുള്ളത്. സോയിലിന്റെ ഉള്ളിൽ എന്തായാലും വാട്ടർ കുറച്ചെങ്കിലും ഉണ്ടായിരിക്കും. സോ ടെമ്പറേച്ചർ വളരെയധികം കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രീസിംഗ് ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് സോയിലിന്റെ ഉള്ളിലുള്ള ഈ വാട്ടർ ക്രിസ്റ്റലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ഐസ് ഫോം ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും ഹീവ്സ് ഫോം ചെയ്യാറുണ്ട്. ഈ ടെമ്പറേച്ചർ നോർമൽ ആവുന്ന ഒരു സമയത്ത് ഈ ഒരു ക്രിസ്റ്റലൈസ് ചെയ്തിരിക്കുന്ന ഐസ് അങ്ങ് മെൽറ്റ് ചെയ്തു പോകും. അങ്ങനെ ആവുമ്പോൾ ആ പോർഷൻസിൽ ഒരു വോയിഡ് സ്പേസ് ഡെവലപ്പ് ചെയ്തിട്ട് അവിടെ ക്രാക്ക് ഫോം ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട്. സോ അങ്ങനെയൊക്കെ ഉള്ള കേസിൽ സീപ്പേജ് ഉണ്ടാവുകയും ഡാം തകർന്നു പോവുകയും ചെയ്യും. സോ അതുകൊണ്ട് നമ്മൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ബോർഡിനെക്കാളും ഒരു 1.5 മീറ്ററും കൂടിയൊക്കെ കൂട്ടി ഇത്തരം പ്രദേശങ്ങളിൽ നമ്മൾ ഫ്രീ ബോർഡ് കൊടുക്കാറുണ്ട്. ആ ഐസിങ് എഫക്റ്റ് ഡാമിന്റെ ടോപ്പ് ലെവലിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോ അതാണ് ഫ്രോസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് ഫെയിലിയേഴ്സിലെ ലാസ്റ്റ് ടൈപ്പ് ആണ് ഇറോഷൻ ഓഫ് ഡൗൺ സ്ട്രീം ഫേസ് ഡ്യൂ ടു ഗള്ളി ഫോർമേഷൻ. പല ഭാഗങ്ങളിലും ശക്തമായ മഴ പെയ്യുമ്പോൾ ആ ഡൗൺ സ്ട്രീം ഫേസ് ഇറോഡ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള സമയത്ത് ഇതേപോലുള്ള ഗള്ളീസ് ഫോം ചെയ്യും. ഇങ്ങനെ ഗള്ളീസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഫൈനലി ആ ഡാമിന്റെ ഫെയിലിയറിന് വഴിതെളിക്കും. സോ അങ്ങനത്തെ ഗള്ളീസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. സോ നിങ്ങൾ GTയിൽ സ്ലോപ്പ് സ്റ്റെബിലിറ്റിയുടെ ഭാഗമായിട്ട് ബേംസ് പ്രൊവൈഡ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. സോ അതേപോലെ നമുക്ക് ആ മഴവെള്ളത്തിന്റെ ഒഴുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഇറോസീവ് ആക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൗൺ സ്ട്രീം സൈഡിനെ ഇതേപോലെ പല തട്ടുകളായിട്ട് തിരിക്കുന്നത്. സോ ഈ തട്ടുകളെയാണ് നമ്മൾ ബേംസ് എന്ന് പറയുന്നത്. ഈ പോർഷനിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെടികൾ നട്ടുപിടിപ്പിക്കും. നിങ്ങൾക്കറിയാം, ചെടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറോഷൻ കുറയ്ക്കാനായിട്ട് അതിന് സാധിക്കും. അത് മാത്രമല്ല, നമ്മളിവിടെ കുറച്ച് പൈപ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ഇവിടെ കളക്ട് ചെയ്യുന്ന വാട്ടറിനെ ഈ ഡാം സൈറ്റിൽ നിന്നും ദൂരെ എവിടേക്കെങ്കിലും ഡിസ്പോസ് ചെയ്യത്തക്ക രീതിയിലുള്ള പൈപ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. സോ അങ്ങനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇത് മാനേജ് ചെയ്യുവാണെങ്കിൽ ഗള്ളി ഫോർമേഷൻ വഴി ഈ ഡാം നശിക്കുന്നത് തടയാനായിട്ട് സാധിക്കും. സോ ഇത്രയുമാണ് ഹൈഡ്രോളിക് ഫെയിലിയേഴ്സ് ഓഫ് ഡാം എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂൾ മുതൽ പഠിക്കുന്നത് തന്നെയാണ്, സീപ്പേജ് ഫെയിലിയർ ഓഫ് ഡാം. സോ സീപ്പേജ് ഫെയിലിയർ ഓഫ് ഡാമും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് 2 ടൈപ്സ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാം. ഫൗണ്ടേഷനിലൂടെയുള്ള പൈപ്പിംഗ് ആക്ഷനും ദെൻ ഡാം ബോഡിയിലൂടെയുള്ള പൈപ്പിംഗ് ആക്ഷനും. തേർഡ് വൺ എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം ടോയിൽ ഉണ്ടാവുന്ന സ്ലഫിംഗ് ആക്ഷൻ ആണ്. എർത്ത് ഡാംസിന്റെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് തന്നെ സോയിലാണ്. സോ അത്തരം സോയിൽ എന്തായാലും സീപ്പേജ് ഉണ്ടാവും. നമ്മൾ എത്ര കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലും ഒരു ചെറിയ എമൗണ്ട് സീപ്പേജ് അവിടെ എന്തായാലും ഉണ്ടാവും. പക്ഷെ അൺകൺട്രോൾഡ് ആയിട്ട് ആ സീപ്പേജ് വരികയാണെങ്കിൽ അത് ആ ഒരു ഡാമിന് വളരെയധികം ദോഷകരമായിരിക്കും. സോ ആ കേസിലാണ് പൈപ്പിംഗ് ത്രൂ ഫൗണ്ടേഷനും പൈപ്പിംഗ് ത്രൂ ഡാം ബോഡിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്. സോ പൈപ്പിംഗ് ത്രൂ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പൈപ്പിംഗ് ആക്ഷനിൽ പഠിച്ച സെയിം സംഭവം തന്നെയാണ്. അതായത് അപ്സ്ട്രീം ടു ഡൗൺ സ്ട്രീം വാട്ടർ മൂവ് ചെയ്യുമ്പോൾ
അവിടെ ഒരു അപ്ലിഫ്റ്റ് ഫോഴ്സ് ഉണ്ടാവും. സോ ഈ ഫോഴ്സ് ഡൗൺ സ്ട്രീം സൈഡിൽ വരുമ്പോൾ എക്സാക്ട് വെർട്ടിക്കൽ ആയിട്ട് വന്നിട്ട് ഇവിടെയുള്ള സോയിലിനെ റിമൂവ് ചെയ്യുകയും ഡൗൺ സ്ട്രീമിൽ നിന്ന് അപ്സ്ട്രീമിലേക്ക് ഒരു ഹോളോ പൈപ്പ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുകയും ചെയ്യും. സോ ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യുക, ഫൗണ്ടേഷനിൽ ഇതേപോലെ ഒരു ഹോളോ പൈപ്പ് ഫോം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചർ തകർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ പൈപ്പിംഗ് ത്രൂ ഡാം ഫൗണ്ടേഷൻ എന്തായാലും തടഞ്ഞിരിക്കണം. സോ പൈപ്പിംഗ് തടയേണ്ട മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചതാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡാം ബോഡിയിലൂടെയുള്ള പൈപ്പിംഗ് ആണ്. ഫൗണ്ടേഷനിലൂടെയുള്ള കേസ് പോലെ തന്നെയാണ് ഡാം ബോഡിക്കുള്ളിലും വരുന്നത്. എർത്ത് ഡാമിന്റെ കൺസ്ട്രക്ഷന്റെ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓരോ ലെയേഴ്സും നന്നായി കോമ്പാക്ട് ചെയ്യണം എന്നുള്ളത്. സോ ആ കോമ്പാക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ഫൗണ്ടേഷൻ സെറ്റിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ക്രാക്ക് ഡെവലപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഷ്രിങ്കേജ് ക്രാക്ക് ഉണ്ടാവുകയോ നേരത്തെ പറഞ്ഞ പോലെ ബീവർ പോലുള്ള അനിമൽസ് എന്തെങ്കിലും മണ്ണ് റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഡാം ബോഡിയിൽ പൈപ്പിംഗ് ആക്ഷൻ ഉണ്ടാവുന്നത്. ഫൗണ്ടേഷനിൽ കണ്ട പൈപ്പിംഗ് ആക്ഷൻ ഡാമിന്റെ ബോഡിക്കുള്ളിൽ വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. സോ അതാണ് ഇത്തരം ഒരു ഫെയിലിയർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫെയിലിയർ മെയിൻ ആയിട്ട് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡാമിന്റെ ഉള്ളിലൂടെ അപ്സ്ട്രീം ടു ഡൗൺ സ്ട്രീം പല പൈപ്പുകളും ലേ ചെയ്യാറുണ്ട്. സോ ആ പൈപ്പുകൾ എമർജ് ചെയ്യുന്ന പോർഷൻസിലാണ് മിക്കവാറും ഈ ഫെയിലിയേഴ്സ് ഒറിജിനേറ്റ് ചെയ്യാറുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ഇതൊരു ഡാമിന്റെ അപ്സ്ട്രീം ടു ഡൗൺ സ്ട്രീം നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു പൈപ്പാണ്. സോ ഈ പൈപ്പിന്റെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൾണറബിൾ ഏരിയ ആണ്. സോ അവിടെ വെച്ച് പലപ്പോഴും ഇതുപോലെ പൈപ്പിംഗ് ആക്ഷൻ വഴി ഡാം ഫെയിൽ ആവാറുണ്ട്. സീപ്പേജ് ഫെയിലിയറിലെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം ടോയുടെ സ്ലഫിംഗ് ആക്ഷൻ ആണ്. സ്ലഫിംഗ് ആക്ഷൻ എന്ന് പറയുന്നത് പ്രോഗ്രസീവ് റിമൂവൽ ഓഫ് സോയിൽ ഫ്രം ദ വെറ്റ് ഡൗൺ സ്ട്രീം ഫേസ് എന്ന് പറയും. അതായത് നിങ്ങൾക്കറിയാം അപ്സ്ട്രീം ടു ഡൗൺ സ്ട്രീം എന്തായാലും ഒരു സീപ്പേജ് ഉണ്ടാവും. സോ ഈ ഡൗൺ സ്ട്രീം പോർഷനിലുള്ള സോയില് നല്ല രീതിയിൽ സാച്ചുറേറ്റഡ് ആവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ഇപ്പൊ പല റീസൺ ആവാം, ഉള്ളിലൂടെയുള്ള സീപ്പേജിന്റെ കാരണം കൊണ്ടാവാം, അല്ലെങ്കിൽ ടെയിൽ വാട്ടർ നിൽക്കുന്നത് കൊണ്ടാവാം ഡൗൺ സ്ട്രീം ടോയിലുള്ള സോയില് നല്ല രീതിയിൽ സാച്ചുറേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അത് ഒലിച്ചു പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ആവുമ്പോൾ ചെറിയ ഒരു സ്ലൈഡ് പോലെ ഫോം ചെയ്യും ഡൗൺ സ്ട്രീം സൈഡിൽ. റിസർവോയറിലുള്ള വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വീണ്ടും വീണ്ടും ഡൗൺ സ്ട്രീം സൈഡ് സാച്ചുറേറ്റഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും ഒരുപാട് പോർഷൻ സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഡൗൺ സ്ട്രീം ടോപ്പ് പോർഷനിലെ സ്ലോപ്പിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട് അത് വളരെ തിന്നായിട്ടുള്ള ഒരു സ്ട്രക്ചർ പോലെ ആവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കേസിൽ ഹൊറിസോണ്ടൽ വാട്ടർ പ്രഷർ താങ്ങാനുള്ള കപ്പാസിറ്റി അതിനില്ലാത്ത സമയത്ത് ആ ഒരു ഡാം ഫെയിൽ ആവും. സോ അതിനെയാണ് ഈ സ്ലഫിംഗ് ആക്ഷൻ എന്ന് പറയുന്നത്. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ട് സോയിൽ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്ലഫിംഗ്. ഡാമിന്റെ ഡൗൺ സ്ട്രീം സൈഡിൽ സ്ലഫിംഗ് ആക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോയിൽ റിമൂവ് ചെയ്ത് പോയിരിക്കുകയാണ് ഈ പോർഷനിൽ. സോ ഇത്രയാണ് ഏർത്തേൺ ഡാമിന്റെ കേസിലുള്ള സീപ്പേജ് ഫെയിലിയേഴ്സ്. ലാസ്റ്റ് ടൈപ്പ് ഫെയിലിയർ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഫെയിലിയേഴ്സ് ആണ്. സോ സ്ട്രക്ചറൽ ഫെയിലിയേഴ്സ് ഇത്രയും ടൈപ്സ് ഉണ്ട്. ലോകത്ത് എർത്ത് ഡാംസിന്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ about 25% ഫെയിലിയേഴ്സും സ്ട്രക്ചറൽ ഫെയിലിയേഴ്സ് ആണ്. ടൈപ്സ് ഓഫ് എർത്തേൺ ഡാംസ് പറഞ്ഞ കേസിൽ പോർ വാട്ടർ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്കറിയാം, സോയിലിന്റെ കംപ്രസിബിലിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ പോർ വാട്ടർ പ്രഷർ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. സോ കംപ്രസിബിലിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ അതിലൂടെയുള്ള ഡ്രെയിനേജ് വളരെ സ്ലോ ആയിരിക്കും. അങ്ങനെ ആവുമ്പോൾ പോർ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്ന ചാൻസും കൂടുതലായിരിക്കും. സോ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ എക്സസ് പോർ വാട്ടർ പ്രഷർ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഹൈഡ്രോളിക് ഫിൽ മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും ആ പോർ വാട്ടർ പ്രഷറിന്റെ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു. സോ നിങ്ങൾക്കറിയാം കംപ്രസിബിലിറ്റിയും സോയിലിന്റെ പെർമിബിലിറ്റിയും റിലേറ്റഡ് ആണെന്നുള്ള കേസ്. ഇങ്ങനെ പോർ വാട്ടർ പ്രഷർ എക്സസ് ആയിട്ട് വരുന്ന കേസിൽ കൺസ്ട്രക്ഷൻ സ്ലൈഡുകൾ ഡെവലപ്പ് ചെയ്യും. ഇത് രണ്ട് തരത്തിലുണ്ട്. ഒരു സ്ലോ കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് ഒരു യൂണിഫോം റേറ്റിൽ ഒരു 1-2 ആഴ്ച തുടർച്ചയായിട്ട് കുറെ സ്ലൈഡ് ചെയ്തു പോകുന്നതാണ് ഫസ്റ്റ് ടൈപ്പ് സ്ലൈഡ്. അത് കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്നായിരിക്കും സെക്കൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നത്. അതിന് നമ്മൾ സഡൻ സ്ലൈഡ് എന്നൊക്കെയാ പറയുന്നത്. ആ ഒരു സ്ലൈഡിങ്ങിൽ ചിലപ്പോൾ ആ ഡാമിന്റെ പകുതിയോ അല്ലെങ്കിൽ ചിലപ്പോൾ മൊത്തം ഹൈറ്റോ സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത് അപ്സ്ട്രീം സൈഡിലും ഡൗൺ സ്ട്രീം സൈഡിലും ഉണ്ടാവാം. പോർ വാട്ടർ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ഫെയിലിയർ. ഇത് നമ്മൾ കൺസ്ട്രക്ഷൻ സമയത്ത് പ്രോപ്പർ ആയിട്ട് കെയർ എടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അപ്സ്ട്രീം സ്ലോപ്പ് ഫെയിലിയർ ഡ്യൂ ടു സഡൻ ഡ്രോ ഡൗൺ ആണ്. ഡ്രോ ഡൗൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഒരു വാട്ടർ ലെവലിൽ നിന്ന് പെട്ടെന്ന് വേറൊരു ലെവലിലേക്ക് എത്തുന്നതിനാണ് നമ്മൾ ഡ്രോ ഡൗൺ എന്ന് പറയുന്നത്. സോ ഈ കേസിൽ ഈ ഫിഗർ ഒന്ന് നോക്കുക. ഈ ഡോട്ടഡ് ലൈനിൽ കൊടുത്തിരിക്കുന്നതാണ് ആ ഡാമിന്റെ ഒറിജിനൽ സ്ലോപ്പ് എന്ന് പറയുന്നത്.
സോ ഇനിഷ്യലി വാട്ടർ ഇത്രയും ഹൈറ്റിലുണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. സോ ഈ വാട്ടറുമായിട്ട് കോണ്ടാക്റ്റിലുള്ള ഈ അപ്സ്ട്രീം സൈഡിലുള്ള സോയിലും സാച്ചുറേറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ പെട്ടെന്ന് നമ്മൾ ഈ വാട്ടർ ലെവൽ റെഡ്യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് വാട്ടർ ലെവൽ റെഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ സഡൻ ഡ്രോ ഡൗൺ എന്ന് പറയുന്നത്. പെട്ടെന്ന് വാട്ടർ ലെവൽ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു സാച്ചുറേറ്റഡ് സോയിൽ മാസിന് അത് ബുദ്ധിമുട്ടായിരിക്കും. അത്രയും നേരം കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന ഹൊറിസോണ്ടൽ വാട്ടർ പ്രഷർ ഇവിടെ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ അപ്സ്ട്രീം സൈഡിലുള്ള സോയില് ഇതുപോലെ സ്ലൈഡ് ചെയ്ത് മാറാനായിട്ടൊരു ചാൻസ് ഉണ്ട്. സോ ഇതാണ് അപ്സ്ട്രീം സ്ലോപ്പ് ഫെയിലിയർ ഡ്യൂ ടു സഡൻ ഡ്രോ ഡൗൺ എന്ന് പറയുന്നത്. ഈ കേസിൽ ഡാമേജ് കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ വാട്ടർ റെഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പോർ പ്രഷർ റിലീവ് ചെയ്യാനായിട്ടൊരു ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടുന്ന് സോയിൽ റിമൂവ് ചെയ്ത് പോവില്ല. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം സ്ലോപ്പ് ഫെയിലിയർ ആണ്. സോ ഈ കേസിൽ ഫുൾ റിസർവോയർ കണ്ടീഷനിലാണ് ഡൗൺ സ്ട്രീം സ്ലോപ്പിന് ഫെയിലിയർ ഉണ്ടാവുന്നത്. ഫുൾ റിസർവോയർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മാക്സിമം ഹൈറ്റിന് വെള്ളമുണ്ട്. അങ്ങനെ ആവുമ്പോൾ അവിടുത്തെ സീപ്പേജിന്റെ വാല്യൂവും കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള കേസിൽ ചിലപ്പോൾ ഡൗൺ സ്ട്രീം സ്ലോപ്പ് കൊളാപ്സ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇവിടെയും സ്ലൈഡിംഗ് ആക്ഷൻ വഴി തന്നെയാണ് ഡാം കൊളാപ്സ് ചെയ്യുന്നത്. 2 ടൈപ്പിലുള്ള സ്ലൈഡുകളാണ് ഡെവലപ്പ് ചെയ്യാറുള്ളത്, ഡീപ് സ്ലൈഡ്സും ഷാലോ സ്ലൈഡ്സും. നെക്സ്റ്റ് ടൈപ്പ് ഫെയിലിയർ ബൈ സ്പ്രെഡിംഗ് ആണ്. സോ ഇത്തരം ഫെയിലിയേഴ്സ് ഉണ്ടാവുന്നത് മിക്കവാറും നിങ്ങൾ ജിയോടെക്കിൽ പഠിച്ചിട്ടുണ്ടാവും. സ്ട്രാറ്റിഫൈഡ് സോയിൽസ് വരുന്ന കേസിലാണ് ഇത്തരം ഫെയിലിയേഴ്സ് ഉണ്ടാവുന്നത്. സോ നമ്മൾ ഈ എർത്ത് ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് താഴെയുള്ള ഫൗണ്ടേഷൻ സോയിൽ ചിലപ്പോൾ ലെയേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, സ്ട്രാറ്റിഫൈഡ് നേച്ചറിലായിരിക്കും ഉണ്ടാവുക. അതിനിടയിൽ സോഫ്റ്റ് ക്ലേയുടെ ലെയേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കേസുകളിലാണ് ഇത്തരം ഫെയിലിയർ ഉണ്ടാവുന്നത്. ഡാമുകളുടെ എല്ലാത്തിന്റെയും കൺസ്ട്രക്ഷനെ വളരെയധികം നമ്മൾ കൺസിഡർ ചെയ്യാറുള്ള ഒരു ഫാക്ടറാണ് എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത്. ഡാം ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് അത് ഏത് എർത്ത് ക്വേക്ക് സോണിലാണ് വരുന്നതെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. സോ എർത്ത് ക്വേക്ക് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് എർത്ത് ഡാം ഫെയിൽ ആവുന്നതെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്കറിയാം എർത്ത് ക്വേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൗണ്ടിന് ഒരു ഷേക്കിംഗ് ആണ് ഉണ്ടാവുന്നത്. സോ ആ ഗ്രൗണ്ടിന് ഷേക്കിംഗ് ഉണ്ടാവുന്ന സമയത്ത് അതിന്റെ ഫൗണ്ടേഷൻ എന്തെങ്കിലും ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാം. നമ്മൾ ആ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ബോർഡ് കുറയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ചിലപ്പോൾ ക്രാക്സ് വീഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ക്രാക്ക് വീണ് കഴിഞ്ഞാൽ അറിയാം മണ്ണാണ്. സോ അതിന്റെ ഉള്ളിലൂടെ പൈപ്പിംഗ് വളരെ സ്പീഡിൽ നടക്കുകയും ആ ഡാം കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സ് ചെയ്യുകയും ചെയ്യും. പിന്നെ അതുപോലെ ലിക്വിഫാക്ഷന്റെ ഒരു ഭീഷണിയൊക്കെ ഈ എർത്ത് ക്വേക്ക് ഉണ്ടാകുന്ന സമയത്ത് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിൽ ഒരു ഡാം ഫെയിൽ ആവുന്നത്. ഡാമിന്റെ ഹൈറ്റ് കുറയുവാണെങ്കിൽ ഓവർ ടോപ്പിംഗ് ഉണ്ടാവാം, വേവ് ഇറോഷൻ ഉണ്ടാവാം. നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യങ്ങളെല്ലാം ഈ എർത്ത് ക്വേക്ക് വരുന്ന സമയത്ത് അവിടെ ആക്റ്റീവ് ആവും. എർത്ത് ക്വേക്കിന്റെ ഫോഴ്സ് ബാക്കി എല്ലാ ഫെയിലിയേഴ്സിനെയും ട്രിഗർ ചെയ്യും. നെക്സ്റ്റ് ടൈപ്പ് ഫെയിലിയർ എന്ന് പറയുന്നത് സ്ലോ പ്രൊട്ടക്ഷൻ ഫെയിലിയേഴ്സ് ആണ്. സ്ലോപ്പിന്റെ ഫെയിലിയേഴ്സ് ഒരുപാടെണ്ണം കണ്ടു കഴിഞ്ഞു. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലോപ്പ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി റിപ്രാപ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എപ്പോഴെങ്കിലും റിസർവോയറിന്റെ ലെവൽ റേസ് ചെയ്യുന്ന സമയത്ത് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിസ്ട്രക്റ്റീവ് ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഈ റിപ്രാപ്സിനെ അത് റിമൂവ് ചെയ്തു പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട്. റിപ്രാപ്സ് എന്ന് പറയുന്നത് നമ്മൾ ആ സ്ലോപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോൺസിനെയാണ്, ബ്രോക്കൺ സ്റ്റോൺസിനെയാണ് റിപ്രാപ്പ് എന്ന് പറയുന്നത്. ശക്തമായിട്ടൊരു വേവ് വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് ബ്രീച്ച് ചെയ്തിട്ട് ഇവിടുത്തെ മെറ്റീരിയൽ റിമൂവ് ചെയ്ത് പോവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ ആ ഒരു സ്ലോപ്പിന്റെ സ്റ്റെബിലിറ്റി കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഇതാണ് സ്ലോ പ്രൊട്ടക്ഷൻ ഫെയിലിയറിൽ വരുന്നത്. അടുത്തതായിട്ടുള്ള ഫെയിലിയർ എന്ന് പറയുന്നത് ബറോയിങ് അനിമൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ഫെയിലിയർ ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബീവർ പോലെയുള്ള ഏതെങ്കിലും ജീവികള് ഈ ഒരു എർത്ത് ഡാമിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു പാസേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സീപ്പേജ് ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് അതിന്റെ വീട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇതുപോലുള്ള ഹോൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അപ്സ്ട്രീം ടു ഡൗൺ സ്ട്രീം ഒരു പാസേജ് ആയിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ടാണെങ്കിലും ആ ഒരു ഡാമിന്റെ സ്ട്രെങ്തിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണത്. റിലേറ്റീവ്ലി ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണിത്. വാട്ടർ സോളുബിൾ മെറ്റീരിയൽസ് കാരണം ഡാം ഫെയിൽ ആവുന്നതാണ് പറയുന്നത്. ജിപ്സം പോലുള്ള വാട്ടർ സോളുബിൾ മെറ്റീരിയൽസ് ചിലപ്പോൾ ലീച്ച് ചെയ്തു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഡാമിന് വളരെ ദോഷകരമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷനിൽ ജിപ്സം ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ലീച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ എക്സസീവ് സെറ്റിൽമെന്റ് ഉണ്ടാവും. അങ്ങനെ ഡാം ഫെയിൽ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതാണ് ഈ ഒരു പെർട്ടിക്കുലർ ഫെയിലിയറിൽ വരുന്നത്. പല ടെക്സ്റ്റ് ബുക്സിലും പലതരത്തിലാണ് ഈ ഒരു സ്ട്രക്ചറൽ ഫെയിലിയർ പറഞ്ഞിരിക്കുന്നത്. ഗാർഗിന്റെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ 2 ഫെയിലിയേഴ്സ് മാത്രമേ പറയുന്നുള്ളൂ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാവുന്നതേ ഉള്ളൂ. ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ സ്ലൈഡ് ചെയ്യുന്നതും ഒരെണ്ണം എംബാങ്ക്മെന്റ് സ്ലൈഡ് ചെയ്യുന്നതുമാണ്.
സോ ഇതെല്ലാം നിങ്ങൾ പലപ്പോഴായിട്ട് കണ്ടത് തന്നെയാണ്. ഈ എർത്ത് ഡാമിന്റെ കേസിലുള്ള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റോക്സ് ഒന്നുമല്ല. അധികം വെയിറ്റ് താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള മെറ്റീരിയൽ ആയിരിക്കും ആ ഫൗണ്ടേഷനിൽ ഉണ്ടാവുക. സോ സോഫ്റ്റ് ക്ലേയോ ഫൈൻ സിൽറ്റോ ഒക്കെ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കേസിൽ ഈ ഫൗണ്ടേഷനിൽ ഒരു ചെറിയ സ്ലൈഡിങ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ ഒരു ഡാമിനെ അഫക്ട് ചെയ്യാറുണ്ട്. ഫൗണ്ടേഷനിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്ലൈഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു സ്ലൈഡ് കാരണം ഈ അപ്സ്ട്രീം സൈഡിൽ വന്നിരിക്കുന്ന മോഡിഫിക്കേഷൻ എന്താണെന്ന് നോക്കുക. ഇതിന്റെ എംബാങ്ക്മെന്റ് ടോപ്പിൽ ഒരു ക്രാക്ക് വീണിട്ട് നല്ല രീതിയിൽ ഇത് സ്ലൈഡ് ചെയ്ത് പോയിരിക്കുകയാണ്. സോ നിങ്ങൾക്കറിയാം അപ്സ്ട്രീം സൈഡിൽ വാട്ടർ ഉണ്ട്. സോ ഇവിടെ ഇങ്ങനെ വീക്ക് ആയിട്ടുള്ള ഒരു സോയിൽ ആവുമ്പോൾ ഈ ഡാമിന്റെ ഹീൽ പോർഷനിൽ മഡ് വേവ്സ് ജനറേറ്റ് ചെയ്യാനായിട്ടൊരു ചാൻസ് ഉണ്ട്. സോ ഇത് ഈ ഒരു ഡാമിന്റെ സ്ട്രെങ്തിന് അത്രയും നല്ലതല്ല. ഇതാണ് സ്ലൈഡിങ് ഓഫ് ഫൗണ്ടേഷനിൽ വരുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് സ്ലൈഡിങ് ഓഫ് എംബാങ്ക്മെന്റ് പറയാം. എംബാങ്ക്മെന്റ് സ്ലൈഡ് ചെയ്ത് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സ്ട്രീം സ്ലോപ്പിലും ഡൗൺ സ്ട്രീം സ്ലോപ്പിലും വരുന്ന സ്ലൈഡിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിന്റെ റീസൺസ് എന്താണെന്നൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ ഒരു ഡൗൺ സ്ട്രീം സൈഡിലെ സ്ലൈഡിംഗ് ആണ് നമ്മൾ ഏറ്റവും റിസ്കി ആയിട്ട് പറയുന്നത്. സോ മാർക്ക് നോക്കിയിട്ട് എഴുതുക. നിങ്ങൾക്ക് കുറച്ച് മാർക്കിനോ മറ്റോ ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ രണ്ട് മെത്തേഡ്സും മീൻസ് സ്ലൈഡിംഗ് ഓഫ് ഫൗണ്ടേഷനും സ്ലൈഡിംഗ് ഓഫ് എംബാങ്ക്മെന്റും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ബാക്കിയെല്ലാം ജസ്റ്റ് ഒന്ന് നെയിം മെൻഷൻ ചെയ്ത് കഴിഞ്ഞാലും മതി. നിങ്ങളുടെ സിലബസിൽ എർത്ത് ഡാമിന്റെ ഡിസൈൻ ക്രൈറ്റീരിയ പഠിക്കാനായിട്ട് പറയുന്നുണ്ട്. സോ ഈ ഡിസൈൻ ക്രൈറ്റീരിയ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എർത്ത് ഡാം ഫെയിൽ ആവുന്നത് 3 തരത്തിലാണ്. ഹൈഡ്രോളിക് ഫെയിലിയർ, സീപ്പേജ് ഫെയിലിയർ, സ്ട്രക്ചറൽ ഫെയിലിയർ. ഈ ഫെയിലിയേഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്ക് ഈ ഡാമിനെ സേഫ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഇത്തരം ഫെയിലിയേഴ്സ് ഉണ്ടാവുന്നത് അവോയ്ഡ് ചെയ്യുക. ഓവർ ടോപ്പിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ബോർഡ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുക. സ്ലോപ്പ് പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് അപ്സ്ട്രീം സൈഡിലും ഡൗൺ സ്ട്രീം സൈഡിലും റിപ്രാപ്സും അതുപോലെ ചിലപ്പോൾ ബ്ലാങ്കറ്റ് ആയിട്ട് തന്നെ സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ ബ്ലാങ്കറ്റ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള പല ഫാക്ടേഴ്സും വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ക്രൈറ്റീരിയ എഴുതേണ്ടത്. ഹൈഡ്രോളിക് ഫെയിലിയേഴ്സിന്റെ ബേസിസ് ഉള്ള ഡിസൈൻ ക്രൈറ്റീരിയസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സീപ്പേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിന്റെയും കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഫെയിലിയർ ആണ്. മെയിൻ ആയിട്ട് നമ്മൾ സ്ലൈഡിംഗ് ഇൻ ഫൗണ്ടേഷനും എംബാങ്ക്മെന്റും ആണ് ഉദ്ദേശിക്കുന്നത്. സോ അതിന് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് എർത്ത് ഡാമിന്റെ ഫെയിലിയേഴ്സും ഡിസൈൻ ക്രൈറ്റീരിയയും.